ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോൻപ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ 2 ദിവസത്തിനുള്ള വസ്ത്രം മാറണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ നേരത്തെ എനിക്ക് ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ മരുന്നും കഴിച്ച് വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടല്ലേ കിടക്കുന്നത്. ഇപ്പം ഞാനായാലും ഉണ്ണിയോളായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉണ്ണിയോൾക്ക് ഈ അലർജിയുടെ ഗുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ണിയോളും അതിൽ നല്ല ബുദ്ധിമുട്ട് ഉണ്ണികൾക്കും ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ചെയ്യേണ്ട സമയം കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് വന്നപ്പോഴേക്കും നല്ല തണുക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഗ്യാസ് അടുപ്പ് കുളിക്കാൻ ചൂടാണ് വയ്ക്കാണ്ട് പൈപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പൊന്ന് ഓണാക്കിയപ്പോൾ ഞാൻ കൈയൊക്കെ ഇങ്ങനെ മരവിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. രാവിലെ എഴുതി വരുമ്പോൾ ഓൾറെഡി ബ്ലഡ് ഇല്ലാത്ത കാരണം ഒരു മരവിപ്പും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ചൂടുവെള്ളം വെച്ചതിന് ശേഷം നമ്മൾ സിറ്റ് ഔട്ടും മിറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടി പോകാൻ കേട്ടോ. ഈ നേരം ഏകദേശം വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടും മിറ്റൊക്കെ അടിച്ചു വരാൻ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ വേഗം ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് മുന്നോട്ട് സ്കൂളിൽ എത്ര സമയം ഉണ്ടെങ്കിൽ നമുക്ക് മതിയാവില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ നോർമൽ കാര്യമൊക്കെ രാവിലെ കുളിച്ച് അടിച്ചുടച്ച് കുളിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് മറ്റുള്ള പണികളിലേക്ക് തിരിയുക കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ട് കൊണ്ട് അടിച്ചു വരാൻ പോകണം കേട്ടോ. സിറ്റ് ഔട്ടിലായാലും സിറ്റ് ഔട്ടൊക്കെ അടിച്ചു കഴിഞ്ഞ് അടിച്ചു വരി ചൂലല്ല എന്നിട്ട് വേറെ ചൂല കേട്ടോ. മഞ്ഞ കാണുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. വിറ്റടിക്കുന്ന ചൂല് പുറത്ത് സൈഡിലിരിക്കേണ്ട അതും മഞ്ഞ തന്നെയാണ്, ഇതും മഞ്ഞ തന്നെയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അടിച്ചു ഒരാൾ അഴുക്കോ പൊടിയോ കാര്യങ്ങളോ ഒന്നും സിറ്റ് ഔട്ടിലില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഷെബിയുടെ വണ്ടിയിൽ വന്ന് ഷെബിയുടെ വണ്ടി ക്ലീൻ ആക്കുമ്പോഴാണ് അവിടെ എന്തെങ്കിലും ചപ്പും ചവറൊക്കെ വരിക കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചപ്പും ചവറൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എപ്പോഴെങ്കിലും ആ വണ്ടി സർവീസ് നടക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്തതിൽ കുറേ കുട്ടികൾ മക്കളൊക്കെ തിന്നതും പിടിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ആക്കുമ്പോഴാണ് അവിടെ കുറച്ച് കരടുകൾ, അല്ലെങ്കിൽ അവിടെ എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചടപടാന്ന് വെച്ചിട്ടാണ് അടിച്ചുടയ്ക്കുന്നത്. രാത്രി ആകുമ്പോൾ ഞാനൊന്ന് അടിച്ചു വരിയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. എന്താ വെച്ചാൽ രാവിലെ ആകുമ്പോൾ അത്യാവശ്യം നമ്മൾക്ക് പണികളും കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി ക്ലീനാക്കി ഇടാൻ പറ്റാട്ടോ. പിന്നെ എനിക്ക് നോൻപ് സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വളരെ നോൻപിലേനി വൃശ്യമാസത്തിലൊക്കെ നമുക്ക് രാവിലെ ഇരിക്കുമ്പോൾ ഈ അയ്യപ്പൻ്റെ പാട്ട് കേൾക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അത് അനുവേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ശീലം എനിക്ക് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ണിയോളി പറഞ്ഞാൽ രാത്രി ഇരുന്ന് ടി വി കണ്ടിട്ട് ആ ഷോക്കേസിലുള്ള വണ്ടി കാറൊക്കെ പുറത്തേക്ക് ഇറക്കൂട്ടോ. അതൊക്കെ ഉള്ളിലേക്ക് വെച്ച് ഓരോ സ്ഥലം അടിച്ചൊരു കൊണ്ടുവരാനായിട്ട്. പിന്നെ മേശയുടെ അടിയിലൊന്നും പ്രത്യേകിച്ച് പൊടികളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ രാത്രി ഞാൻ അതൊക്കെ തൂത്തടിച്ചൊരിട്ടൊക്കെ ഞങ്ങൾക്ക് എടുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിത് അയ്യപ്പൻ്റെ പാട്ട് വെച്ചു. അയ്യപ്പൻ്റെ പാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് ആദ്യം തന്നെ ഞാൻ വയ്ക്കുക പട്ടാള സിനിമയിൽ മമ്മൂക്കയുടെ ഒരു പാട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അയ്യപ്പൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുണുക്കനെ കുളിപ്പിച്ചു, കുണിക്കീനെ കുളിപ്പിച്ചു, ഞാൻ കുളിച്ചു കേട്ടോ. അവരേനും കുറേശ്ശെ നേരത്തെ എനിപ്പിക്കാൻ ശീലിപ്പിച്ചു തുടങ്ങി. എന്താ വെച്ചാൽ വസ്ത്രം മാറി കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരത്തെ എനിക്ക് കുളിക്കണം കേട്ടോ. പണ്ട് അന്വേട്ടനും കുഞ്ഞിനും പൊന്നും ഒക്കെ മലയ്ക്ക് പോകുമ്പോൾ അമ്പലക്കുളത്തിൽ പോയിട്ട് കുളിച്ച് ചെയ്യുന്നിട്ടാണ്. ഇപ്പം അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണോളേനും കൊണ്ട് അതിൻ്റെ ഒറ്റയ്ക്ക് എന്തോ കുണുക്കനും കൂടി പ്രായം പോണേൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അന്വേട്ടനുണ്ട്. പിന്നെ അമ്പലക്കുളത്തേക്ക് ഒറ്റയ്ക്ക് കുളിക്കാൻ പോകാനൊക്കെ പേടിയുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീണ്ടും പുറത്ത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പുറത്തുനിന്ന് കുളിച്ചിട്ട് അകത്തേക്ക് കയറാമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഉന്നോൾക്ക് സ്കൂളുള്ള കാര്യം നേരത്തെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുണുക്കനി മഞ്ഞും കാര്യങ്ങളും ശ്വാസം മുട്ടൊക്കെ ഉള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് തൊഴുതതിന് ശേഷം 2 സാമ്യം കുട്ടികൾക്കും ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. ചന്ദനല്ല കേട്ടോ, സോറി, ഭസ്മ കേട്ടോ. രാവിലെ കുളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കൂൾ പോകുന്ന സമയത്ത് മുഖമൊക്കെ കഴുകിയിട്ട് ചന്ദനം തൊട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഐശ്വര്യല്ലേ. പക്ഷേ ഐശ്വര്യത്തിൻ്റെ അപ്പം രണ്ടാളും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കും. ഒന്ന് കുണുക്ക ഒരു 32 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുണുക്ക ഒരു 10-28 കിലോന് ഭക്ഷണം തീരെ കഴിക്കണില്ല കേട്ടോ. കുണുക്ക വളരെ കുറയട്ടോ. അപ്പം ഇനി എന്താ ഉണ്ടെങ്കിൽ ഭക്ഷണം വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പോണത്. കുണുക്കിക്ക് ചോറാണോ ഇഡ്ഡലിയാണോ ദോശയാണോ എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ നിൽക്കണതാണ് കണ്ടിട്ട്. അങ്ങനെ അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ നേരത്തെ എനിക്കങ്ങനെ ഈ നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉറക്കം വരും. കോട്ടയം ഇട്ടുകൊണ്ടേ ഇരിക്കും. അതാണ് ഇടയ്ക്ക് തന്നെ സ്റ്റെക്കാണ് ഡബ്ബീനിൽ സംസാരിച്ചിട്ട് വേണ്ടി എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ അയ്യപ്പൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പറ്റില്ല കേട്ടോ. പിന്നെ ഇതൊരു കാര്യം, ഞാൻ വെറും വയറ്റിൽ കുടിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വെച്ചിട്ട് ഒരു പാത്രം വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു കഷ്ണം പട്ട, പിന്നെന്താ 1 ടീസ്പൂൺ അരിമോദകം, പിന്നെ 1 ടീസ്പൂൺ 2 ഏലക്കായ, പിന്നെ 1 ടീസ്പൂൺ കരിജീരകം, പിന്നെന്താ
2 ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഉലുവയുണ്ട് കേട്ടോ, ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിടും കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളമുള്ളത് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുത്ത് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ ഒരു പൂള് നന്നായി പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് അത് വെറും വയറ്റിൽ കുടിക്കാം കേട്ടോ. ഞാൻ പറയും അത് കുടിക്കാൻ തുടങ്ങിയ ശേഷം നമ്മുടെ വയറിൻ്റെ കുടവയറ് കുറയുമെന്നാണ് പറയുന്നത്. എനിക്ക് ഒരാഴ്ച കുടിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും വയറ് ഉള്ളിലേക്കൊക്കെ ഒരു വലിഞ്ഞൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാടല്ല, ഒറ്റയടിക്കാണ്ട് വയറ് കുറയുന്നില്ല, കുറേശ്ശെ നമുക്കതിൻ്റെ ഒരു ഫീൽ അറിയാം. വയറ് നമുക്ക് കുറയുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ ഫീലും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചു. വെറുമായിട്ട് തയ്യാറുകൊണ്ട് ഗുളിക കഴിച്ചു. അരി കഴുകി അടപ്പത്തിട്ടു. പിന്നെ ഇവിടെ പച്ചക്കറി സ്ഥിതിക്ക് ഉണ്ണികൾക്ക് പച്ചക്കറി ഒന്നും വല്ലാണ്ട് കയറുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കടല മുതൽ ഉപ്പേരിയൊക്കെ വെച്ചാലാണ് എന്തെങ്കിലും 4 ഉരുള ചോറുണ്ട്. കുണുക്കിനുണ്ടെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഇന്ന് സ്കൂളിൽ പോയപ്പോഴും അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ട് മോള് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ തീരെ കഴിക്കുന്നില്ല. ഇപ്പോൾ നോന്നും കോഴിമുട്ടയോ ഒന്നും ഇല്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു ഇതിലാണ് തോന്നുന്നു. അവർ ഭക്ഷണം ഭയങ്കര പിന്നാക്കാട്ടോ, കുണുക്കം പ്രത്യേകിച്ച്. കുണിക്കും കഴിച്ചായിരുന്നു. ഇപ്പോൾ കുണിക്കും ഭയങ്കര പിന്നാക്കായി. രണ്ടാളും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ഡോക്ടറവിടെ പോയപ്പോൾ തൂക്കം നോക്കിയപ്പോഴാണ് ഇങ്ങനെ വലിയ 28 കിലോയുള്ള 32 കിലോയുള്ള കുണുക്കം 28 കിലോനായിട്ടാണ്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കിടന്നതെന്ന് പറഞ്ഞില്ല. അവൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് നമ്മൾ ഇതായി വരുന്നതിന് നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയും. അങ്ങനത്തെ ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ, അല്ലെങ്കിൽ എന്നും പനിയും കപക്കെട്ടും തൊണ്ടവേനും ചുമയുള്ള ആൾക്കാരാണ്. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കൊടുക്കാന്ന് വെച്ചാൽ ഇന്ന് ദോശയിലെ ഇപ്പം ഇന്ന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇഡ്ഡലി തട്ട് പോരാ. ഈ ആവി പുറത്ത് പോകണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടച്ച് ആവിയിലെടുക്കാനേ പറ്റില്ല. എന്തെങ്കിലും ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു ഇഡ്ഡലി തട്ട് മേടിക്കും. ഞാൻ ഇനി അലുമിനിയം മേടിക്കാൻ വെച്ചിട്ട് സ്റ്റീലിൻ്റെ 2 മേടിച്ചു, 2 ഫ്ലോപ്പായി. ഇനി നല്ലൊരു അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി തട്ട് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരിക്കുള്ളതും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തോർത്ത കൂരി വെച്ചതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ചിക്ക് വറുത്തിയിട്ട് ഒന്ന് ക്രാബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇനി ടൈം ഉണ്ടാവില്ല. സ്കൂൾ പോണ സമയത്ത് ചടപട വെച്ചിട്ടാണ് കാര്യം. അപ്പോൾ ഈ ഒരു മുടിക്കെട്ട് ഉണ്ടെങ്കിൽ അത് മതിട്ടോ സ്കൂളിലേക്ക് എത്താനും. അങ്ങനെയാണ് മാറ്റി എപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കില്ല കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി അതിൻ്റെ ഇടയിൽ എൻ്റെ കൈമിക്ക് കഞ്ഞോളം തിളച്ച് പോയിട്ട് അതാണ് ഞാനിങ്ങനെ നിന്നിട്ട് കുഴിയാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഒരാൾ കുളിക്കാൻ പോകുമ്പോൾ പൽപ്പൊടി കൊണ്ട് പല്ലേക്ക് കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് പല്ലേക്ക് കിട്ടും. അവർക്ക് ഇപ്പോൾ ഞാനും 2 പൽപ്പൊടി കൊണ്ട് പൽപ്പൊടി കൊണ്ട് തേച്ചതിന് ശേഷം പേസ്റ്റ് വെച്ചിട്ട് തേക്കും കേട്ടോ. അപ്പോൾ രാവിലെ അതിന് ശേഷം പൽപ്പൊടി കൊണ്ട് പല്ലേക്ക് ബാത്റൂമിൽ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പേസ്റ്റ് എടുത്തിട്ട് പല്ലേക്ക് കിട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് തക്കാളി കറിയാണ് കേട്ടോ. തക്കാളി കറി ഉണ്ടാക്കിയാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ ചോറിനായി ഉച്ചയ്ക്ക് രാത്രിക്കും ഇഡ്ഡലിക്ക് നമുക്ക് 2 നേരം പവറിൻ്റെ കുറേ 2 നേരം സ്വാമിമാർക്ക് ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ. പക്ഷേ ഫുഡ് അനാവശ്യമായിട്ട് കളയാൻ പാടില്ല. എത്രയോ ആൾക്കാർ പട്ടിണി എടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്നും അതിന് മാത്രം ഫുഡ് കഴിക്കുന്നില്ല. പിന്നെ ഈ 2 ഉണ്ണികൾക്കും അഞ്ചുമായിട്ടും എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റും, എത്ര കുറച്ച് വെച്ചാലും ഫുഡ് ബാക്കി ഉണ്ടാവും. അപ്പം നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ രാത്രി അത് തന്നെയാണ് കഴിക്കട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ പണ്ടൊക്കെ ഉണ്ടാക്കിയത്, ഇപ്പോൾ ആരുമില്ല കഴിക്കാൻ. അതാണ് കാര്യം. ഉണ്ണികൾക്ക് പച്ചക്കറി കഴിക്കാൻ ഉണ്ണികൾക്കും വലിയ ഡിമാൻഡൊന്നും ഇല്ല ഫുഡിനോട്. അങ്ങനെ തക്കാളിയും ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടു, പച്ചമുളക് കീറിയിട്ടു, കറിവേപ്പില ഇട്ടു, കല്ലുപ്പിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കൈ കൊണ്ട് നന്നായി അത് തിരുമ്പി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്തപ്പോൾ ഇഡ്ഡലി ഞാൻ തട്ടുന്ന് എടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഒരു തട്ട് ഇഡ്ഡലി ഉണ്ടായിട്ട് അവർക്ക് കൊടുത്തയച്ചു. അവർ കഴിച്ചു പോയിട്ട് ബാക്കി പിന്നെ ഷെബീനാണ് കേട്ടോ വന്ന് കഴിച്ചത്. ഞങ്ങൾ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് തക്കാളിക്ക് ഒരു കുഴച്ചതിന് ശേഷം ഒരു 4-5 തക്കാളി മാറ്റി വെച്ചു. അതാണ് കേട്ടോ നാളികേരത്തിലേക്ക് ഇട്ടത്. ഒരു മുറി നാളികേരം, ആ കുഴച്ച തക്കാളി ഒരു 5-8 പീസ് തക്കാളി, മുളകും പൊടി മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ പുളിയും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തക്കാളി കറിയുടെ കൂട്ടിട്ട്. ഇത് ഇഡ്ഡലിക്കായാലും ചോറിനായാലും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഒരു മീൻ ഇല്ലെങ്കിലും ഒരു മീൻ കറിയുടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പെരിഞ്ചീരകം ഇഷ്ടമുള്ളവർക്ക് അരപ്പുണ്ടാക്കുമ്പോൾ പെരിഞ്ചീരകം ഇടാം കേട്ടോ. ഞാൻ നാളികേരത്തിന് തക്കാളി ഇടും. അപ്പോൾ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശം തക്കാളി കറി അടുപ്പത്തായി, ചോറ് തിളയ്ക്കുന്നുണ്ട്, ഇഡ്ഡലിയായി. ഇത് അപ്പുറത്ത് ഉപ്പേരി മുളകിടാനുള്ള പരിപാടിയാണ് കേട്ടോ. മുതിര വേവിച്ചിട്ടുണ്ട്. അങ്ങനെ മുതിര ഉപ്പേരി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. എന്താ പറയുക, രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിക്കും തിരക്കും എന്ന് പറഞ്ഞാൽ ശ്വാസം ഇടാൻ പോലും പറ്റില്ല കേട്ടോ. അത്രയും
തിക്കും തിരക്കും ആണ് കേട്ടോ ഓരോ പണികളും കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ആരോ ഹോണിബൽ അടിക്കുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഡബ്ബയിൽ നിർത്തി കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ പൊന്നും ഷെബി കാർത്തുണ്ട്. അപ്പോൾ രാത്രിക്ക് ഷെബിക്കും പൊന്നിനും ഫുഡ് വേണ്ട, കാർത്തൊരു ചോറ് മതി. അപ്പോൾ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് വന്നതാട്ടതേ. ഇവിടെ പനിയായിട്ട് കുണുക്കിനും രാത്രി ചോറ് ഇട്ട് കിടക്കുന്ന തിരക്കില്ല. അപ്പോൾ ആ കറക്റ്റ് ടൈമിലാണ് നമ്മുടെ കാർത്തുമ്മ വന്നിട്ടുണ്ട്. അപ്പം ഈ കാർത്തുമ്മയുടെ ചോറ് ഉള്ളു കഴിഞ്ഞാൽ അവർ പോയിട്ടാ. നീ പറഞ്ഞ ഒരാൾക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷെബിക്ക് ചോറ് ഇഷ്ടമില്ല, കാർത്തൂന് ചോറ് വേണം. ഞാൻ പറയാൻ മറന്നതോ സത്യത്തിൽ. അവർ പോകുമ്പോൾ ഇവിടുന്ന് പോയത് എത്ര മണിക്ക്, ഒരു 5:30 കഴിഞ്ഞ് പൊന്നു ഇവിടുന്ന് പോകുമ്പോട്ടാ. ഞാൻ പോകുമ്പോൾ പറയണമെന്ന് വിചാരിച്ചു കുറച്ച് ചോറ് കറി പിടിച്ച പൊന്നു കാർത്തൂനുള്ളതെന്ന്. അങ്ങനെയുള്ള ദിവസം ഞാൻ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് കുണുക്കിനി കൊടുന്ന് ട്യൂഷനാക്കി സൂപ്പർ മാർക്കറ്റിൽ പോയി. അങ്ങനെ നേരെ അവരെന്നെ കൊണ്ടാക്കി ചെയ്തിട്ട് അവരെ വണ്ടി സർവീസിന് കൊടുത്താലും ഞങ്ങൾ അവരെന്നെ കൊണ്ടാക്കുക ചെയ്ത്. അതാണ് ഉണ്ടായത്. അങ്ങനെ സ്നാക്സിനായിട്ട് ഉരുളക്കിഴങ്ങ് വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊഴുക്കട്ടല്ലേ നമ്മൾ അരിപ്പൊടി കുഴച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ച് ഉള്ളിൽ നാളികേരും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ളത്, അതുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ വെച്ചിട്ടാണ് നമ്മൾ ഈ രാവിലെ ഈ പടഞ്ഞിട്ടുണ്ടാകുന്നത്. എന്നിട്ട് എന്താ ഒന്നും കഴിക്കൂല. അവർക്ക് വല്ല ഈ പറഞ്ഞ നോണും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ അവരാ ശീലം അങ്ങനെ ആയി തോന്നുന്നു. അങ്ങനെ ഇത് കുടിക്കാൻ പോലും ഒരു 5 മിനിറ്റ് നിൽക്കാനുള്ള നേരം നമുക്കില്ല കേട്ടോ. ഒരു ചിറപടാന്നുള്ളത് എനിക്കൊരു വലിച്ച് പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാട്ടാ എനിക്ക് വേണ്ടെന്നോട്ട് അത് ഉണ്ണിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എൻ്റെ ഏട്ടൻ തന്നെ ഉണ്ണി അത് കുടിച്ചു തുടങ്ങിയതിന് ശേഷം ഉണ്ണീനെ മുഖം വാർന്ന് വയറൊക്കെ ഒന്ന് കുറേണ്ടിട്ട് ഉണ്ണിയെന്ന് പറഞ്ഞു. അതൊന്ന് കുറേ ശനിക്കും ഉണ്ടാക്കിക്കോ. അങ്ങനെ അന്വേട്ടനും കുടിച്ചേന്നാളാണ് ഇന്നോട്ട് വേണ്ടാന്ന് പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 1/2 ഗ്ലാസ് ഉണ്ടാക്കിക്കോട്ടാണ്. അങ്ങനെ എനിക്കും എൻ്റെ ഏട്ടനും കൂടിയിട്ട് ഞങ്ങൾ വയറ് കുറയണ വെള്ളമൊക്കെ കുടിച്ച് അപ്പോഴേക്കും നമ്മുടെ സ്കൂളിൽ പോകാനുള്ള സമയം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് കുണുക്ക വന്ന് പോകണമെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കുണുക്ക വേറെ ഒന്നിനല്ല വേണ്ടത്. അമ്മ സ്കൂളിൽ പോകാൻ നേരമായ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോകാൻ സമയമായെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ യൂണിഫോം തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരിനെ പോയിട്ട് ഒക്കെ തന്നെ കിട്ടുള്ളൂ. പിന്നെ കുടുക്ക് കാരണമൊക്കെ ഇടുന്ന സമയമാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. അങ്ങനെ അവർക്ക് ഇതേ ഫുഡ് ആക്കട്ടെ. അപ്പോൾ ഇതേ തക്കാളി കറി ആക്കി ഇഡ്ഡലി കുനുനാന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ കഷ്ണമാണെങ്കിൽ അവർ തിന്നില്ല, കുഞ്ഞ് കഷ്ണമാക്കിനെ അരിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇട്ട് ചട്നി ഇട്ട് നാളികേര ചട്നി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്കുക. തീറ്റയൊക്കെ കണക്ക് തന്നെയാണ്. ആദ്യമൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ചിക്കനിലൊക്കെ അല്ലേ കൂടുതലാക്കിയിരുന്നു. ഇപ്പോൾ ഇതായതുകൊണ്ടാണ് തോന്നുന്നു തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഭയങ്കര വിഷമമായി. കൊണ്ടുപോകണം ഫുഡൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു വിഷമമാണേ. കുടുക്കിടാറാകുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ചില സമയത്ത് അവൻ കൊടുക്കണമ്പോഴേ അങ്ങനെ തെറ്റും കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു താരാട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഇടയ്ക്ക് നോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഞാനും നോക്കുന്നത്. അതൊരു പ്രത്യേക ഫീലല്ല. എത്ര പ്രായമായാലും നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ പാട്ട് പാടാൻ അറിയാത്തവരായാൽ പോലും നമുക്കൊരു മൂളിപ്പാട്ടിങ്ങനെ വരും. ഒരു ലാളനപ്പാട്ട് നമ്മുടെ മക്കളെ കാണുമ്പോൾ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡ്സ് തന്നെയാണ് കേട്ടോ. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. ചില സമയത്ത് അവരെ കുറുമ്പ് കാരണം കാണുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചു പോകും. അല്ല, ചില സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം. അവരുടെ കുറുമ്പാണ്. നമ്മൾ ഈ പ്രായത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു വ്യത്യാസം തോന്നുന്നു. അപ്പോഴേക്ക് ഇതേ നമ്മുടെ അടുത്ത ആൾ വന്നിട്ടുണ്ട് കേട്ടോ. യൂണിഫോമൊക്കെ ഇട്ട് വന്നു. അത് ഇൻസൈഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ. കുണുക്കനാണെങ്കിൽ ബെൽറ്റ് ഇടാനും ഷർട്ടിൻ്റെ ബട്ടൺ ഇടാനാണ് വരിക കേട്ടോ. കുടിക്കുമ്പോൾ ഇൻസൈഡ് ചെയ്യാൻ വരിക കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇഡ്ഡലി കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് അതിൽ കറിയും ചട്നി വെച്ചിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കൊണ്ട് നടന്ന് വായിൽ ചോദിച്ചിട്ടാ. അപ്പോൾ കുറേ നേരമായി പറഞ്ഞിട്ടാ ഉണ്ണി ഒരു വായി തിന്നുകൊണ്ട് എനിക്ക് ഇട്ടുണ്ട് കേട്ടോ. അന്ന് പറഞ്ഞാട്ടോ. വേറെ ഒന്നും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞാട്ടാ. അങ്ങനെ ഇതേ നമ്മളെ അടുക്കളയിൽ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത് നമ്മുടെ കുണിക്കുമുള്ള മേക്കപ്പ് ചെയ്യുക, കുണിക്കുമുള്ള മുടിയിട്ട് കൊടുക്കുക, കുണിക്ക് സോക്സ് ഇട്ട് കൊടുക്കുക. ഇതാണ് കേട്ടോ അടുത്ത പരിപാടി. നല്ല ഒരു പടച്ചിൽ തന്നെയാണ്. രാവിലെ 9:05 സ്കൂളിൽ എത്തിക്കണമല്ലോ. അതിൻ്റെ ഒരു പടച്ചിലില്ല എന്നില്ല. നമുക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലേക്ക് കേട്ടോ. ചില സമയത്താണ് നേരെ നേരത്ത് വല്ല വണ്ടികളും മുന്നിൽ കട്ടകരയായിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കുണിക്കുമ്പോഴുള്ള മുടിയൊക്കെ ഒന്ന് നേരത്തെ കുളിക്കണാനും പിന്നെ ഈ നേരമൊക്കെ ആകുമ്പോഴേക്കും ഒന്നും ഉണങ്ങി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നനഞ്ഞ മുടി മെടഞ്ഞ് വെച്ച് പോകേണ്ട അവസ്ഥ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ എണിച്ച് കുളിക്കണാനും ഈ നേരമൊക്കെ ആകുമ്പോഴേക്കും മുടി ഉണങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് കെട്ടാനും ഒരു സുഖം കേട്ടോ. പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി കേട്ടോ. അവസാനം തോറ്റപ്പോൾ എന്നിട്ട് ഒരു വായ എനിക്ക് വെച്ചെന്ന് തന്നെയായിട്ട് നിന്നിട്ട് അതുകൊണ്ട് അവിടെ വെച്ചു കിട്ടുക. അപ്പോൾ സോക്സ് 2 ആൾക്കും ഒപ്പം ഇടണം. ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒരാളില്ലല്ലോ.
പിണങ്ങിയിരിക്കുന്നത് എന്താ വെച്ചാൽ ആ കുണുക്കൻ്റെ പാതി കഴിയില്ല, എൻ്റെ ലാസ്റ്റല്ലേ ഇതാണ് കുണുക്കന് ലാസ്റ്റേക്ക് കുണുക്കൻ്റെ പിണക്ക് നമ്മൾ എന്താ ചെയ്യുക. പിന്നെ ഇവളേനെ കുറച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മയങ്ങും. മാറ്റോനെ എളുപ്പമല്ല, പെരട്ടയാണ്. അതുകൊണ്ട് ചോദിച്ചു കുണിക്കുമ്പോൾ അമ്മയുടെ ചുന്തിരി കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളങ്ങോട്ട് മയങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറണല്ലോ, അവരെ കൊണ്ടാക്കാൻ പോകണ്ടേ. അങ്ങനെ ഞാൻ ഓടി പോയിട്ട് കിട്ടിയ ചുരിദാറെടുത്ത് ഇട്ടു. എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് തൃശ്ശൂർ പോകണം, പൊന്നൂൻ്റെ വണ്ടി സർവീസിന് കൊടുക്കണം. കിയയിൽ തൃശ്ശൂരിൽ നിന്നും പോകണം. അപ്പോൾ തൃശ്ശൂരിൽ നിന്നും 9 കിലോമീറ്റർ 12 കിലോമീറ്റർ ഉണ്ട് കിയയുടെ ഷോറൂമിലേക്ക് കിട്ടാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കുഴപ്പമില്ലാത്തൊരു ചുരിദാറൊക്കെ എടുത്തിട്ടു. കുണിക്കും എനിക്ക് ചന്ദനം തൊട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് വന്ന് നിൽക്കുന്നുണ്ട് അനുവേട്ടനായാലും 3 ആൾക്ക്. ഞാൻ കുളിച്ച് ഞാൻ ബസ് വിട്ടു, പിന്നെ ചന്ദനം തൊട്ട് സ്കൂളിൽ പോകണം നേരത്താട്ടെ. അപ്പോൾ ഞാനും ചന്ദനം തൊട്ടു, കുണുക്കം തൊട്ടു, പിന്നെ അനിയേട്ടനും തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയേട്ടൻ പറഞ്ഞു, ഉണ്ണി ഞാൻ തൊട്ടു രാവിലെ എന്നാണ്. എന്നാലും എനിക്ക് തൊട്ട് കൊടുത്താൽ ഒരു മനസ്സമാധാനമാണ് കേട്ടോ. അതങ്ങനെ നമ്മൾ ശീലിച്ചല്ലോ കണ്ട. പോയി ഞാൻ തിരിച്ചു എത്തി. അങ്ങനെ നമ്മൾ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മളവരെ കൊണ്ടാക്കാൻ പോട്ടെ. അങ്ങനെ അവരുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളിൽ നിന്ന് ആരവേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ള വണ്ടികൾ എന്നെക്കാൾ മുന്നേ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. അവർക്കൊരു ഉമ്മ എന്നും അവിടെ ആക്കി കൊടുക്കുമ്പോൾ എനിക്ക് ഓരോ ഉമ്മ അവർ തരാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് തൃശ്ശൂർ പോയിട്ടാ. തൃശ്ശൂർ പോയി കിയയുടെ പൊന്നു ഷെബി ആദ്യം പോയി, അതിൻ്റെ പിന്നാലെ ഞങ്ങളും പോയി. എന്നിട്ട് അവർ കാർ അവിടെ കൊടുത്തു. അവരെയും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീടെത്തുമ്പോഴേക്കും പിന്നെ വീടെത്തി അനുവേട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് കയറി ഒരു 2 മണിക്കൂർ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് രാവിലെ ഫുഡ് കഴിച്ചിട്ടാ. ഉച്ചയ്ക്ക് 3-3:30 ആയിട്ട് വിശന്ന് സത്യം പറയല പണ്ടാറടങ്ങിയിട്ടാണ്. വയറ് നിറയെ ചോറിനാനും പറ്റില്ല. ഒരു പിടി ചോറ്, കുറച്ച് മുതിരപ്പേരും തക്കാളി കറിയും പപ്പടം കൂട്ടിയിട്ട് അങ്ങനെ ഒരു തുണ്ട് അച്ചാറും എടുത്തോട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. ഷേപ്പി അവിടെ ഇഡ്ഡലി കഴിക്കുന്നുണ്ട്, പൊന്നു ചോറിനുണ്ട്. തലേദിവസം സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാതെ തന്നെ പൊന്നു കഴിക്കുന്നുണ്ട് കേട്ടോ. പൊന്നിന് നോൻപില്ലല്ലോ. അപ്പോൾ ആ സാമ്പാർ കളയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നു നല്ല സാമ്പാറാകുമ്പോൾ കളയണ്ട. അപ്പോൾ അവൾക്ക് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയുള്ള സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോകണം നേരെ കേട്ടോ. അപ്പോഴേക്കും ഉണ്ണികൾക്ക് ഇന്ന് ഞാൻ ചോറ് പിടിച്ചില്ലേ, ദോശയും തക്കാളി കറിയാണ് കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടി പിടിച്ചത്. ഇത് വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അവരെ ട്യൂഷന് കയറ്റി വിടലാണ് പതിവ് കേട്ടോ. അപ്പോൾ ഒരു 3 അപ്പോഴേക്കും അതിനായിട്ട് വന്നിട്ട് പറഞ്ഞു, ഉണ്ണിയെ നേരെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനായിട്ട് പോയിട്ട് വണ്ടി എടുത്തോ, ഗേറ്റിൻ്റെ പുറത്ത് നിർത്തിക്കോ, അപ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും പിന്നെ പൊന്നു പറഞ്ഞു, അമ്മ കാര്യം ചെയ്യോ, ഉണ്ണിയോളെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ തന്നെ അവിടെ വീട്ടിലിറക്കി തരുമെന്ന് ചോദിച്ചു. ട്യൂഷന് ഉണ്ണിയോളെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലിറക്കിയതെന്ന് വെച്ചാൽ അവരുടെ ബുള്ളറ്റ് ഉള്ളത് അവരുടെ വീട്ടിലാണ്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് പോകാൻ വണ്ടിയില്ല. അപ്പോൾ ഞാൻ ശരി എന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേഗം ദോശ ഉണ്ടാക്കാനും പിന്നെ നമ്മുടെ കാർത്തുമേനെ കുണുക്കൻ്റെ സ്കൂളിൽ ചേർത്തണം എന്ന് വിചാരിച്ച് ഞങ്ങൾ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത കൊല്ലത്തേക്കും 3 വയസ്സ് തൊട്ട് അവിടെ അഡ്മിഷൻ ഇതുള്ളൂ. പക്ഷേ ഇപ്പോൾ ചേർത്തുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ഓൾറെഡി അവളതിനെ അവിടെ അഡ്മിഷൻ ചേർത്തു കേട്ടോ കാർത്തുമേനെ. ഈ കൊല്ലം ചേർത്തുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. 3-ാം ക്ലാസ് തൊട്ട് അവർക്ക് കാർത്തുമയ്ക്ക് പോയി തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പൊന്നു പറഞ്ഞു, ഞങ്ങളും വരുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെന്നെ കാർത്തൂനോടെ ചേർത്തി കുണുക്കിന് ഭക്ഷണം കൊടുത്ത് ട്യൂഷനാക്കി. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പൊന്നുവിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കാർത്തുമയ്ക്ക് നാളോട്ട് പഠിക്കാൻ പോയിട്ടാണ്. പിന്നെ ഫ്രൂട്ട്സ് ആയിരുന്നു, കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് പൊന്നുവിനെ കൊണ്ടാക്കി ഞാൻ വീട്ടിൽ വന്നപ്പോൾ അടക്കളൊക്കെ വൃത്തികേടായിരുന്നപ്പോൾ അടക്കളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു. പിന്നെ 1 കിലോ ഓറഞ്ച്, 1 കിലോ ആപ്പിള്, 2 മാതളം, 1 കിലോ നേന്ത്രപ്പഴം മേടിച്ചിട്ടാണ്. ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് നുറുക്കിയിട്ട് അതിങ്ങനെ സ്നാക്സ് ആയിട്ട് അവർ കഴിക്കൂട്ടാ. അപ്പോൾ കുറേശ്ശെ മേടിക്കണം. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ 1 കിലോ ഓറഞ്ചൊക്കെ എടുത്തിട്ട് 1 പോക്കായിരിക്കും. അപ്പോൾ ഞാൻ 1/2 കിലോ മേടിക്കും. 1/2 കിലോ മേടിച്ചാൽ അപ്പോൾ നല്ലതായിരിക്കും കിട്ടുക. അപ്പോൾ എനിക്ക് പ്രാവശ്യം ഇതുപോലെ 1 കിലോ മേടിച്ചിട്ട് ഫുള്ളും പൊട്ടയായിരുന്നു. അപ്പോൾ ഞാൻ ഒക്കെ 1/2 കിലോന് മേടിക്കുള്ളൂ. വന്നാൽ നാശാനും പോയില്ല, 1/2 കിലോനല്ലേ നാശമാവുള്ളൂ എന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ചൂടുവെള്ളം വെച്ചിട്ടാട്ടോ ഞാൻ ഫ്രൂട്ട്സൊക്കെ പാത്രത്തിലാക്കാൻ പോയത്. അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി. അനുവേനെ കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചു. അതിൻ്റെ ഇടയിൽ ഉണ്ണയുള്ള യൂണിഫോമും ഞാൻ ഇട്ടുപോയി ചുരിദാറൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ തിരുമ്പണമ്പോൾ തിരുമ്പി അന്നയുടെ തോരയുടെ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. ഉള്ള പാത്രങ്ങളൊക്കെ മോറി വയ്ക്കട്ടെ. പിന്നെ കുളിക്കാനും സ്കൂളിലൊക്കെ കൊണ്ടുപോയ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്നാക്സ് പാത്രം, ചോറ്റും പാത്രം, വെള്ളം കുപ്പി അതൊക്കെ കഴുകി അടുക്കള ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അപ്പോഴേക്ക് ഏകദേശം 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോഴേക്കും അനുവേട്ട കുളിക്കാൻ ചൂടുവെള്ളം കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് അനുവേട്ടന്. അത് അപ്പോഴേക്കും ട്യൂഷന് വിളി വന്നിട്ട് ഉണ്ണിയോളെ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്.
കൊണ്ടുവരാൻ വരുമെന്ന് വെച്ചിട്ട് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് എന്നും ട്യൂഷന് കൊണ്ടുവരാൻ പോകുമ്പോഴും ഞാൻ പോകാനുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഇല്ല കേട്ടോ, അപ്പോൾ എനിക്ക് പണികളുണ്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് ലാസ്റ്റ് ഞാൻ അടുക്കള ക്ലീനാക്കുമ്പോൾ എന്തെങ്കിലും ഒഴിച്ച് ഡെറ്റോൾ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ചിട്ടോ, ഈ ഉറുമ്പോ കാര്യങ്ങളോ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ നമ്മൾ സന്ധ്യ നേരത്തെ വിളക്ക് വയ്ക്കണേക്കാളും മുന്നേ ഒന്ന് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ. സിറ്റ് ഒക്കെ ചെടപെടാന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ പൊടിയോ അഴുക്കോ ചെളിയോ ഒന്നും വരില്ല കേട്ടോ, ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചിങ്ങനെ പോവാൻ വേണ്ട, പ്രത്യേകിച്ച് കച്ചടമൊന്നും ആവണ്ട. പിന്നെ രാവിലെ തൊട്ട് ഞങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല, തൃശ്ശൂർക്ക് ഈ ആയിട്ട് ഷോറൂമിൽ പോയി വരുമ്പോൾ തന്നെ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിനും അങ്ങനെ പോയി പിന്നെ വന്നിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ വേഗം തുടച്ചുകൊണ്ട് നമ്മൾ ഈ നോൻപ് സമയമൊക്കെ നമ്മൾ 2 നേരം അടിച്ചോലും തുടയ്ക്കലും നല്ല പണി കേട്ടോ. സാധാരണ ഉള്ളതിനേക്കാളും ഇരട്ടി പണിയാണ്, നമുക്കൊരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഉണ്ണികൾക്ക് കുളിക്കാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, അതിനായിട്ട് ഉണ്ണികളെ ട്യൂഷന് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും കുളിക്കാൻ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവർ വന്ന് അവരെ കുളിപ്പിക്കുക, അവരൊറ്റയ്ക്ക് കുളിച്ചിടും. സന്ധ്യ നേരത്തുള്ള മേലിൽ അവർ ഒറ്റയ്ക്ക് ചേരുക, അതിനായിട്ട് സഹായിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാനിതേ സന്ധ്യ നേരം ഇപ്പോൾ അയ്യപ്പൻ്റെ പാട്ടൊക്കെ ടി വിയിൽ വയ്ക്കാൻ വെച്ചപ്പോൾ ടി വിയിൽ പരസ്യമായിട്ടോ. അപ്പോൾ ഈ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ സ്കൂൾ വിട്ട് വന്നു, ഒന്ന് എന്നെ തോണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഉണ്ണികളെ കുളിച്ചിട്ട് വായുന്നിട്ട് തോണ്ടാനുണ്ട്. പിന്നെ ഒരുപാട് നമുക്കതിനെ നോക്കാൻ പറ്റില്ല, ചെറിയ മക്കളല്ലേ. അങ്ങനെ അവർ കുളിക്കാൻ പോയി നേരം കൊണ്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ അന്യനോടും പിള്ളേരോടും പറഞ്ഞു, അന്യൻ്റെ കുളി കഴിഞ്ഞ് 3 ആൾ പ്രാർത്ഥിച്ചോളൂ ഓട്ടാന്നൊക്കെ പറഞ്ഞോട്ടാ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാട്ടെ. എനിക്ക് നമ്മുടെ ഈ ഒരു പാട്ട് പമ്പാക്കാനെ പറ്റി ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് അത്. ഞങ്ങൾ യാത്രകൾ രാവിലെ നേരത്തെ ഞങ്ങൾ അമ്പലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഷെബിൻ ആദ്യം വയ്ക്കുക ഈ ഒരു പാട്ടാട്ടോ. അങ്ങനെ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കുങ്കുമം ഇട്ടു, ഭസ്മൊക്കെ തൊട്ടതിന് ശേഷം മുടി ഒക്കെ ഒന്ന് നോക്കി മുഖമൊക്കെ ഒന്ന് സെറ്റൊക്കെ നോക്കിയിട്ടാണ്. എന്താ വെച്ചാൽ മുഖമൊക്കെ ഭയങ്കര വലിഞ്ഞു തുടങ്ങി, ഒരു കാറ്റുകാലത്തിൻ്റെ ഒരു ഇതുപോലെ തുടങ്ങിയിട്ടാണ്. പിന്നെ നോൻപ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ക്ഷീണം ഉണ്ടാവും ഓൾറെഡി. അങ്ങനെ നമ്മളിതേ ഒരു 6-6:30 ഏകദേശം ആകുന്ന സമയപ്പോൾ നമ്മൾ പാൽക്കാപ്പി ഉണ്ടാക്കട്ടെ. അങ്ങനെ ഒരു ശീലങ്ങളൊന്നും ഇല്ല. ചില ദിവസങ്ങൾ നമുക്ക് തോന്നും എല്ലാ മണി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഗ്ലാസ് കാപ്പി കുടിച്ചാലോ എന്ന്. അപ്പോൾ കുറച്ച് മിച്ചറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൂട്ടി ചായ പിടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കാപ്പിയാണ് കേട്ടോ എന്നുണ്ടാക്കിയത്, ചായയല്ല. അപ്പോൾ പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല, കാപ്പി കൂടെ കപ്പിലിട്ടിരുന്നു. പിന്നെ ഒന്നും കൂടി തിളപ്പിക്കും കേട്ടോ. എനിക്ക് തന്നെയാണ് വിത്തൗട്ട് കാപ്പി, ഉണ്ണുകൾക്ക് കുറച്ച് മധുരമായിട്ടുള്ള കാപ്പി, കുറച്ച് മിച്ചറും കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്താ വെച്ചാൽ എല്ലായിടത്തും നോൻപ് സമയമാകുമ്പോൾ ഈ ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ തന്നെയാവൂലേ. പിന്നെ 2 നേരം കുളിച്ചിട്ട് മൂക്കിൻ്റെ അടപ്പൊക്കെ തെറിച്ചിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.